മലയറാട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മന്ത്രമൂർത്തി ഉപാസനയായിട്ട് ബന്ധപ്പെടുന്ന ഒരു വലിയൊരു അനുഷ്ഠാനമാണ്. തെയ്യം കളിയാട്ടം എന്ന് പറയുന്ന ആ ഒരു ചടങ്ങ് തന്നെയാണ് ഇത്. എങ്കിലും മലയറാട്ടിന് ഒരു പ്രത്യേകത എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ഇല്ലങ്ങളിൽ മാത്രം നടക്കുന്നതാണ്. പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലുള്ള 10 ഇല്ലങ്ങളിൽ മാത്രമാണ് ഈ മലയറാട്ട് എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം കെട്ടിയാടുന്നുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഷ്ഠാനം സംഘടിപ്പിക്കപ്പെടുന്നുള്ളൂ. ആ ഒരു മാന്ത്രിക പാരമ്പര്യത്തിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മന്ത്രമൂർത്തി ഉപാസനകൾ വരുന്നത്. ഈ മന്ത്രമൂർത്തികളെ മന്ത്രസ്വരൂപത്തിലാണ് നിത്യേന നമ്മളിവിടെ അകത്തളങ്ങളിൽ പൂജിച്ചു വരുന്നത്. ഇതിനെ കോലസ്വരൂപത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന തെയ്യത്തിൻ്റെ രൂപത്തിലേക്ക് കെട്ടിയാടിക്കുന്ന ഒരു അനുഷ്ഠാനമാണ് മലയറാട്ട് എന്ന് പറയുന്നത്. മന്ത്രമൂർത്തികളുടെ ഉപാസനയുള്ള 10 ഇല്ലങ്ങളാണ് പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലുള്ളത്. അത് പ്രധാനമായിട്ടും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തന്ത്രി കുടുംബങ്ങളായിട്ടുള്ള 4 പുടയൂർ പരമ്പരകൾ. ഞങ്ങളുടേത് ഇടവലത്ത് പുടയൂരാണ്. ഇതിനു പുറമെ പൂന്തോട്ടത്തിൽ പുടയൂർ, ഇരുവേശി പുടയൂർ, നടുവത്ത് പുടയൂർ തുടങ്ങിയിട്ടുള്ള 4 ഇല്ലങ്ങളിലുമാണ് പ്രധാനമായിട്ട് ഇത് നടത്തപ്പെടുന്നത്. പേരാളും പെരിഞ്ചല്ലൂർ എന്ന പുരാണ പ്രസിദ്ധമായ തളിപ്പറമ്പിലെ മന്ത്രതന്ത്ര വിശാരദന്മാരായ മഹാബ്രാഹ്മണരുടെ ഈറ്റില്ലമാണ് തലോറയിലെ ഇടവലത്ത് പുടയൂർ മല. നാടും നാട്ടുകൂട്ടവും അത്ഭുതാദരങ്ങളോട് കൈകൂപ്പി നിന്ന മന്ത്രമൂർത്തികളുടെ ആരൂഢസ്ഥാനമായ ഇടവലത്ത് പുടയൂർ മനയുടെ മന്ത്രശാല തിരുമുറ്റത്ത് 29 വർഷങ്ങളുടെ പ്രാർത്ഥനാനിരതമായ കാത്തിരിപ്പിന് ഫലപ്രാപ്തി പകർന്നിക്കൊണ്ട് മലയറാട്ട് എന്ന മഹോത്സവം സമാരംഭിക്കുകയാണ്. ഇല്ലത്ത് അധികം മന്ത്രമൂർത്തികളാണ് ഉണ്ടാകും. ഇവരെ മന്ത്രവും തന്ത്രവും പൂജയും ക്രിയയും ഇതെല്ലാമായിട്ട് ബന്ധപ്പെടുത്തി അത് മന്ത്രമൂർത്തികളെ പരിപാലിക്കുന്നതാണ് ഇല്ലം. അതിൽ ഇവർക്കതിൽ പ്രത്യേകിച്ചിട്ട് ഈ പൂവച്ചാൽ ഭഗവതി എന്നുണ്ട് ഭഗവതി. ആ ഭഗവതിയുടെ ഉള്ളിൽ പരിപാലിക്കുന്നത് അറത്തുകുറിച്ചുള്ള കളിയാമ്പള്ളിയും നിങ്ങളോട് തിരുമുഖത്തോട് തിരുമുഖം കണ്ട് വിശേഷിക്കേണ്ടതായിരിക്കുന്ന അഖില തേജസ് പ്രദാനം ചെയ്യാൻ ഈ അമ്മ അതിൻ്റെതായിരിക്കുന്ന അവസരം നിങ്ങൾക്ക് ഏവർക്കും തന്നാൽ പോരെ. ചന്ദ്രവട്ടം തെളിഞ്ഞോളേ നിങ്ങളുടേതായിരിക്കുന്ന ചന്ദ്രവട്ടം തെളിഞ്ഞൊരു പ്രധാനത്തെങ്കില് അതികുളിർമക്കോത്തോണം വെച്ച് പരിപാലിക്കുവാനുള്ളതായിരിക്കുന്ന യോഗഭാഗ്യ ഗുണങ്ങളൊക്കെയും ഞങ്ങൾ വന്നാ പോലെ വിളിച്ചിരിക്കാമേ. ഇരിക്കട്ടെ, 1965 ആദ്യത്തെ മലയറാട്ട് തുടങ്ങിയത്. അത് ഇന്നത്തെ പോലെയൊന്നുമല്ല. അന്നത്തെ പല നടപടികളിൽ നിന്നും അന്നും ഇന്നും വളരെ വ്യത്യാസമായിട്ടുണ്ട്. ജനസമ്പർക്കം ഇന്ന് വളരെ കൂടുതലാണ്. അന്ന് ഇത്തരം ജനങ്ങളില്ല. അന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടുന്ന ഈ പുളിമരത്തിന് വേണ്ടുന്ന മരം മുറിക്കൽ അതിസാഹസമായിട്ടാണ്. അതിഭീകരമായ പുളിയൊക്കെ മുറിക്കുന്നത് അതിസാഹസികമായിട്ടാണ് ഇവിടെ കൊണ്ട് കടത്തിയിരുന്നത്. അന്ന് 1965 ഇതേ മാസം ഇതേ ടൈം ഈ തീ കൂട്ടുന്ന അതിൻ്റെ അടിയിൽ ഇത്ര ഉയരത്തിലുള്ള മണ്ണിൻ്റെ ഇതുണ്ട് വലിയ. അത് തേച്ചിട്ട് ചാണകം തേച്ച് മെഴുകി അടിച്ചുറപ്പാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ മുകളിലാണ് ഈ കത്തിക്കുന്ന തിരി വെക്കുക. ആ തിരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പല സാധനങ്ങൾ നിറച്ചതിന് ശേഷം വെളിച്ചെണ്ണയിൽ മുക്കിയിട്ട് ഇത്ര നീളത്തിലുള്ള തിരിയാണ്. അതവിടെ വെച്ച് കൊടുത്ത് അതിന് പ്ലാവിൻ്റെ പറക്കൊക്കെ ധാരാളമായിട്ട് ഉണങ്ങിയ പ്ലാവറൊക്കെ കൂട്ടി അതങ്ങനെ കത്തി മൊത്തം അങ്ങ് കൊത്തലായി. അത് വളരെ ഒരു ഡിവോഷണലായി ചെയ്യുന്ന ഒരു കാര്യമാണ്.
അത് ഇവിടെ നിന്നൊക്കെയാണ് കത്തിക്കും. അതിൻ്റെ സ്ഥാനം, അതിന് പ്രത്യേക സ്ഥാനം. ഇതൊക്കെ അവരുടെ ദേവതയായിട്ട് ബന്ധപ്പെട്ട ചെറിയ ഒരു പൂജാമുറി എന്ന് പറഞ്ഞുകൂടാ, ആ ടൈപ്പ് ഉപയോഗിക്കുന്നതാണ്. എൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് കുറ്റേരി മുതുകുടൻ, അതായത് താവഴിയിൽപ്പെട്ടിട്ട് വരുന്ന ആളാണ് ഞാൻ. അതായത് ഇപ്പോൾ ഈ ഇടവലത്ത് പൊടിയൂർ മനയിൽ 2 ജമ്മാധികാരികളാണ്. ഒന്ന് ഇവിടുത്തെ നാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പെരിഞ്ചല്ലൂരും ഒരവകാശം, പിന്നെ അതുപോലെ തന്നെ ഒറ്റക്കോലം, അതായത് തീച്ചാവണ്ടി ഒരു ഉച്ചബലി കഴിക്കാനുള്ള അവകാശം കുറ്റേരി മുതുകുടൻ്റെ താവഴിയിൽപ്പെട്ട ജമ്മാധികാരത്തിൽപ്പെട്ട ആൾക്കാരാണ് അത് ചെയ്യുക. അതിൽപ്പെട്ട ആളാണ് ഞാൻ. അപ്പോൾ ഇതിന് മുൻപ്, അതായത് എൻ്റെ അറിവിലല്ല, ഇത് എൻ്റെ അച്ഛൻ്റെ എല്ലാം അറിവിൽ മുൻപ് കഴിച്ചത് ഇവിടുത്തെ വിഷ്ണുമൂർത്തി, അതായത് ഒറ്റക്കോലം കഴിച്ചത് അച്ഛൻ്റെ വല്യച്ഛനായ കേളുപ്പണിക്കറാണ്. അതിനുശേഷമാണ് 1997 അച്ഛൻ കഴിക്കുന്നത്. അപ്പോൾ ശേഷമാണ് 29 വർഷത്തിന് ശേഷമാണ് ഇപ്പം എനിക്ക് അതിനുള്ള ഒരു ഭാഗ്യം വന്നത്. നാരായണൻ തന്നെയാണല്ലോ ഈ വിഷ്ണുമൂർത്തി. മന്ത്രവട്ടത്തിനകത്ത് സന്തോഷം തന്നെയല്ലേ? ഉച്ചട്ടാന്ന് സ്ത്രീ കൈയാണ്, സ്ത്രീയാണ്. ഈ പ്രസവിക്കുന്ന അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒരു ഫലം കൊടുക്കുന്ന ഒരു ദേവതയാണ് ഉച്ചട്ടം. സ്ത്രീ ശബ്ദമാണ് വരിക. പുരുഷനോട് കെട്ടുന്നെങ്കിലും സൗണ്ട് സ്ത്രീ ശബ്ദത്തിൽ കൂടിയാണ് പെരുമാറും.
ഇടവലത്ത് പുടയൂർ മനയിലെ മന്ത്രശാലയിലെ പരദേവതയാണ് പൂവച്ചാൽ ഭഗവതിയമ്മ. വലിച്ചെറിഞ്ഞു കാളകാട് പിടിച്ചുകയറ്റി പൂന്തോട്ടം എന്ന് ഭഗവതിയുടെ മുമ്പസ്ഥാനത്തിൽ പറയുന്നു. കാളകാട്ട് മന്ത്രവാദിയാൽ ഉപേക്ഷിക്കപ്പെട്ട ഭഗവതിയെ അത്യുഗ്രഭാവത്തിലാണ് പുടയൂർ മനയിൽ ആരാധിക്കപ്പെടുന്നത്. ഉഗ്രമൂർത്തി പൂവച്ചാൽ ഭഗവതി വേദമായിട്ട് എന്നെ സഹായിക്കുന്ന ഇടവലത്ത് മന്ത്രശാലം വേദമായിട്ട് എന്നെ സഹായിക്കുന്ന തീക്കളിയും തിരുനോട്ടും അറുത്തും കുറിച്ചുള്ള കളിയാവള്ളിയും 700 വർഷങ്ങൾക്ക് മുമ്പ് ഇടവലത്ത് പുടയൂരിലെ മഹാമാന്ത്രികനായ ഒരു പൂർവികൻ ഭഗവതിയെ നിത്യാരാധനയ്ക്കായി കാവിൽ നിന്നും ഒരു ചൂരൽ വെട്ടി അതിലേക്ക് ആവാഹിച്ച് ഇല്ലത്ത് കുടിയിരുത്തി. മാതൃഭാവത്തിൽ ഇല്ലത്തിൻ്റെ രക്ഷാമൂർത്തിയായി പൂവച്ചാൽ ഭഗവതി ഇടവലത്ത് പുടയൂർ മന്ത്രശാലയുടെ മന്ത്രതന്ത്ര പാരമ്പര്യത്തെയും തലോറ നാടിനെയും ഭക്തരെയും കാത്തു സംരക്ഷിച്ചു പോന്നു. ഭയങ്കര വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു 2026 മലയറാട്ട്. 29 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ കാലയളവിന് ശേഷം ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരുപാട് കാണാത്ത വളരെ റെയറായിട്ടുള്ള തെയ്യങ്ങൾ ഇവിടെ വന്നിട്ട് കാണാൻ പറ്റി. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന വ്യക്തി എന്ന നിലയിൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള കുറേ ഇൻസൈറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. അതിന് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിന് പുടയൂരെ എല്ലാ കുടുംബക്കാരോടും ഇത് അറേഞ്ച് ചെയ്ത എല്ലാവരോടും, വോളണ്ടിയേഴ്സ് ആയാലും അതുപോലെ ഇവിടെ ഇതിന് ചുക്കാൻ പിടിച്ച എല്ലാവരോടും ഭയങ്കര താങ്ക്സ് ഉണ്ട്. ഇങ്ങനൊരു അവസരം ഇനി എപ്പോൾ കിട്ടുമെന്ന് അറിയില്ല, പക്ഷേ കിട്ടിയ അവസരം വളരെ എന്താ പറയുക, ഇറ്റ്സ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഹരിത പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വളരെ നല്ല ശുചീകരണം, ഇത്രയും ആൾക്കാർ പങ്കെടുക്കുകയും ഭക്ഷണങ്ങൾ കഴിക്കുകയും ഒക്കെ ആയിട്ടും ഇതിൻ്റെ പരിസരം പോലും നമ്മളൊരു വളരെ പരിസര ശുചീകരണം നടത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ 29 വർഷത്തിന് ശേഷം നടന്ന ഈ ഒരു സംഭവത്തിൻ്റെ ഇന്ന് പരിസമാപ്തി കുറിക്കുകയാണ്. എന്തായാലും അതായത് കാണികൾക്കായാലും ഭക്തജനങ്ങൾക്കായാലും ഇതിൻ്റെ സംഘാടക മികവിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു 1000 നന്ദി പറയണം. ഇന്ന് അതീവ സന്തുഷ്ടനാണ്. കാരണം ഞങ്ങളൊരു ഏതാണ്ടൊരു 2024 മനസ്സിൽ തോന്നിയ ഒരു ആശയമായിരുന്നു ഇവിടുത്തെ ഒരു മലയറാട്ട്. ഒരു തലമുറ ഉണ്ടായാൽ, ഒരു ഇല്ലത്തൊരു കുട്ടി ഉണ്ടായാൽ, ആ കുട്ടി ആൺകുട്ടിയായി ഉണ്ടായാൽ അവിടെ ആ തലമുറയിൽ ഒന്ന് കഴിക്കും. അപ്പോൾ ഞാൻ ഇതിനു മുമ്പേ എനിക്ക് മക്കളുണ്ടായ സമയത്ത് ഞാൻ ഒന്ന് കഴിച്ചു. ഇപ്പോൾ വീണ്ടും മക്കളുണ്ടായപ്പോൾ രണ്ടാമത്തേതാണ്. അമ്മയോട് പോന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയോ? സാധ്യമാണ്. എന്നാൽ എന്താ വേണ്ടത്? ഒരു ഹൃദയത്തിലേക്ക് ചേർന്ന് നിൽക്കണം അമ്മ. എന്നാൽ ഏവരെയും കണ്ടിട്ട് സമ്മതത്തോടുകൂടാ എന്റേതായിരിക്കുന്ന മന്ത്രശാല മുമ്പേതുമായിട്ട് ചെയ്യാൻ തക്കവണ്ണം ഈ അമ്മ നിലനിൽക്കാം. ഇത്രയൊന്നും കേമാവൊന്നും ഒട്ടും ധരിച്ചിട്ടില്ല. ഇതൊക്കെ ഈ ഞങ്ങളുടെ തളിപ്പറമ്പ് തമ്പുരാൻ രാജരാജേശ്വരൻ്റെയും ഇവിടുത്തെ ഭഗവതിൻ്റെയും ഗുരുകാരണവന്മാരുടെയും ഒറ്റ അനുഗ്രഹം കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട്, ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചതിനേക്കാളും 100 ഇരട്ടി ഭംഗിയായിട്ട് കഴിക്കാൻ സാധിച്ചു. ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. അതിലധികം ഏറ്റവും പറയേണ്ടത് ഈ നാട്ടുകാരുടെ ഒരു സഹകരണം. അത് എന്തെല്ലാം തരത്തിലാണോ ഞങ്ങളെ സഹായിച്ചത്, എന്തെല്ലാം തരത്തിലാണോ സഹകരിച്ചത്, ഇന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത, വാക്കുകൊണ്ടുകൂടി പറയാൻ പറ്റാത്ത അത്രയധികം ഒരു സമയമാണിപ്പോൾ. 29 വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ഈ മന്ത്രശാല തിരുമുറ്റത്ത് മന്ത്രമൂർത്തികൾ അരങ്ങൊഴിയുകയാണ്. ഇനി അമ്മ ഭഗവതിമാരും മന്ത്രമൂർത്തികളും അരങ്ങിൽ നിന്നും അണിയറയിലേക്ക്. ഇനി മറ്റൊരു മലയറാട്ടുകാലത്തിന് പ്രാർത്ഥനാനിരതമായ കാത്തിരിപ്പ്.